ഫുള്ള് പണി കഴിച്ച വണ്ടി 1.10 തരാൻ പോകുന്നത്. ചെക്കന്മാർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു അഡാറ് വണ്ടിയായിട്ടാണ് വന്നുള്ളത്. ചെറിയ പൈസക്ക് ഇമാതിരി മുതലൊക്കെ സ്വന്തമാക്കുക. വെറും 1,40,000 സൺറൂഫ് ഒക്കെ വരുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മോഡിഫൈഡ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു മോഡൽ കാണിച്ചുതരാം. ഇയോണൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം 5 മോഡലാണ് വരുന്നത്. 2014 ഇയോണൊക്കെ തരാൻ പോകുന്നത് മാഗ്ന പ്ലസ് ഒക്കെ വെറും 1,80,000 ഒക്കെ ചോദിക്കുന്നത്. അത് നിങ്ങൾ കൊടുക്കണ്ട, അതൊക്കെ പാകപ്പെടുത്തി കൊടുക്കുക. ഷിയാബേ, എന്താണ് വിശേഷങ്ങൾ? നമ്മളെ ബഷീർ ഖാന്റെ ഷോപ്പിലാണുള്ളത്. ഈ പ്രാവശ്യം ബഷീർ ഖാൻ ഇല്ലേ, ബഷീർ ഖാൻ ഉംറക്ക് ഒന്ന് പോയതാണ്. ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ ഷിയാബാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. മാക്സിമം ബഡ്ജറ്റ് കാറുകൾ അല്ലേ? ഫുള്ള് ബഡ്ജറ്റ് കാറുകൾ, ഒരു 2 ലക്ഷം രൂപയുടെ താഴെയുള്ള കാറുകളാണ് മാക്സിമം ഉള്ളത്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ കിഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെലേരിയോ 2 ഓട്ടോമാറ്റിക്, വാഗ്നറും വരുന്നുണ്ടല്ലേ? 4 ഓട്ടോമാറ്റിക് വണ്ടിന്റെ കളക്ഷൻസ് ഉണ്ട്. കിഡ് ഇതാ, സെലേരിയോ ഒക്കെ. സെലേരിയോ ഏതാ മോഡൽ വരുന്നത്? 2016. അതുപോലെ തന്നെ വാഗ്നറും 2016 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഒരുപാട് മോഡൽ ഉണ്ട്. ഇനിയിപ്പോ സാധാരണ ചെറിയ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഇതാ സെന്ന്. എല്ലാ വീടുകളിലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു വണ്ടിയാണ് സെന്ന്. സെന്ന് ഇതാ 2005 മോഡൽ ഡീസൽ, 2005 ഡീസൽ സെന്ന് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 75,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ സാൻഡ്ര വരുന്നുണ്ട് ഒരു 75 രൂപയ്ക്ക്. ആൾട്ടോ നമ്മൾ വരുന്നത് 2007. എത്ര ചോദിക്കുന്നത്? ഇത് 75 രൂപ തന്നെ. വാഗ്നർ വരുന്നുണ്ട്, ബീറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എസ്റ്റില വരുന്നുണ്ട്. എല്ലാവിധ മോഡലും ഉണ്ട്. നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി, താനൂർ ഓലപ്പടിയാല് വിസ്മി മോട്ടോഴ്സിലാണുള്ളത്. നമുക്ക് വീഡിയോയിലെ പോവല്ലേ? അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക അല്ലേ? അങ്ങനെയല്ലേ വണ്ടി നോക്കി വന്ന് വർക്ക്ഷോപ്പിനെ കൂട്ടി അല്ലെങ്കിൽ ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ കൊണ്ടുപോയി നേരിട്ട് പോയി ചെക്ക് ചെയ്തിട്ട് വണ്ടി മാത്രം എടുത്താൽ മതി. കാരണം നമ്മൾ ചോര നീരാക്കണ പൈസയാണ്. കാരണം ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു പോവാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ചെക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങളാ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തിട്ട് ഒക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിൽ പോവാം. നമ്മൾ ഫസ്റ്റ് തന്നെ ആ ജെന്ന് നടു തുടങ്ങാം അല്ലേ? ഇത് കാണിക്കാൻ കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. മോഡിഫൈ ചെയ്യാനും ചെക്കന്മാർ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്ന വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2005 മോഡൽ വണ്ടി, ഡീസലാണ് വരുന്നത്. ഒരു കഴിഞ്ഞ മാസം ഇതിന് പുതിയ ഇൻഷുറൻസ് എടുത്താണ് നമ്മള്. കഴിഞ്ഞ മാസം പുതിയ ഇൻഷുറൻസും കാര്യങ്ങളുണ്ട്. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 2025 വരെ. കിലോമീറ്റർ ഇതിനെ പറ്റി ചോദിക്കാത്ത നല്ലത്. ഓണർഷിപ്പ് ഏകദേശം എത്ര ഉണ്ട്? 3-4 ആയിട്ടുണ്ടാവും. പ്രൈസ് എങ്ങനെ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറയണേ. 75 രൂപ കൊടുക്കാം. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോകല്ലേ? 75 രൂപ എന്താ പറയില്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ഒരു സാൻഡ്രോ ഏതാ മോഡൽ? 2009 മോഡലുണ്ട്. 2009 സെപ്റ്റംബർ വരും. സെപ്റ്റംബർ പേപ്പർ ആയിട്ട് വരും. ഓണർഷിപ്പ് സെക്കൻഡ് എടുത്തോണം. കിലോമീറ്റർ ഇതൊരു 82,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. ഇത് തോന്നിക്കൊണ്ട് ലാസ്റ്റ് 80 രൂപ. 2009 സാൻഡ്രോ 80,000. ഫൈനൽ അല്ലല്ലോ, ചെറുതായിട്ട് കുറച്ചെടുക്കും. ഓക്കെ. അപ്പൊ ഈ ആൾട്ടോ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2007 മോഡൽ വണ്ടി, 2027 പേപ്പർ. ഏതാ ഓപ്ഷൻ വരുന്നത്? LXi. ഓണർഷിപ്പ് 3-4 ഉണ്ടാവും. കിലോമീറ്റർ ജെന്യുവൻ ആണെന്നില്ല, എന്നാലും ഇപ്പൊ 1 ലക്ഷത്തിന് ഉള്ളിലുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഗ്ലാസ് ചെറിയൊരു പൊട്ടുണ്ട്. ഗ്ലാസിന്റെ മുകളിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, എന്തായാലും മാറ്റണം. പ്രൈസ് ആണ് വരുന്നത്? ഇത് ചോദിക്കേണ്ടത് 75 രൂപ. എന്നാ കുറച്ചെടുക്കൂലേ? ഓക്കെ. ഈ ഒരു വാഗ്നറോ? ഇത് 2006 മോഡലാണ്. 2026 വരെ പേപ്പർ. ഏതാ ഓപ്ഷൻ വരുന്നത്? പുതിയ ഇൻഷുറൻസ് എടുത്താണ്. ഇത് LXi. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ ജനുവൻ 1 ലക്ഷത്തിനുള്ളിലേക്ക് വരുന്നത്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് ചോദിക്കേണ്ടത് നമ്മൾ 1.10. 2006 അല്ലേ? പ്രൈസ് ചെറിയ രീതിയിൽ ചെറുതാക്കി കൊടുക്കും. ഓക്കെ. ഞാൻ അതേപോലെ നെക്സ്റ്റ് വരുന്ന ബീറ്റ് ആണ് വരുന്നത്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ. ഇത് ഏറ്റവും ഫുൾ LT ആണ്. എയർ ബാഗ്, ABS എല്ലാം വരുന്ന മോഡലുണ്ട്. ഓക്കെ. ഏതാ മോഡൽ വരുന്നത്? 2011. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1 ലക്ഷത്തിന് മേലെ കയറിണ്ടാവും. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1,25,000. 1.25 അല്ലേ? സാൻഡ്രോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2006 മോഡൽ വണ്ടി. 26 വരെ പേപ്പർ, ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3 ഉണ്ടാവും. കിലോമീറ്ററോ? 78,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ? പ്രൈസ് ആണ് വരുന്നത്? ഇത് ചോദിക്കേണ്ടത് 70 രൂപ. 70,000. ജെന്നസിലോ 2007 മോഡൽ 27 പേപ്പറുള്ള വണ്ടി. ഇതിന്റെ വർക്ക് ഏകദേശം നമ്മൾ ഫുൾ എടുത്താണ്. അതിൽ പാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ഇപ്പോൾ ക്ലീൻ ചെയ്ത് ഒന്ന വണ്ടിയാണിത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഇന്നലെ വന്ന വണ്ടി ഇവിടെ നോക്കിയില്ല. എന്തായാലും ഒരു 1 ലക്ഷത്തിന്റെ അടുത്തുണ്ടാവും. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഇത് 1 ലക്ഷമാണ് ചോദിക്കുന്നുണ്ടോ? 1 ലക്ഷം ചോദിക്കുന്നത്.
ലോൺ കയറില്ല 2007 മോഡൽ 2007 ലോൺ കയറൂല. ഇനി ഏകദേശം ഇയോൺ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 ഇയോൺ വരുന്നുണ്ടല്ലേ? നമ്മൾ നോക്കിയാലോ 5 ഇയോൺ വരുന്നുണ്ട്. ഈ ഒരു ഇയോൺ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡൽ വണ്ടി. 2018 ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ്. ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 50,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാണൊക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് ചോദിക്കേണ്ടത് 2.5 ലക്ഷം. 2.5 ലക്ഷം രൂപ കുറയ്ക്കൂലേ? ചെറുതാക്കി. എത്ര ലോൺ കയറും? ഫുൾ ലോൺ എടുത്ത് വരാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇയോണോ? ഇത് ചോദിക്കുന്നത് 2013-14 രജിസ്ട്രേഷൻ. 13-14. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് മാഗ്ന പ്ലസ് ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ് വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലാഖിന് മേലെ 1 ലാഖിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1.80. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും? ഒരു 1.75 കൊടുക്കും. എത്ര ലോൺ കയറും? ഫുൾ ലോൺ എടുത്ത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇയോണോ? ഇത് മാഗ്ന പ്ലസ്. ഏതാ മോഡല്? ഇത് 2013-14 രജിസ്ട്രേഷൻ. 13-14 രജിസ്ട്രേഷൻ. വൈറ്റ് കളർ. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1.80 ചോദിക്കേണ്ടത്. 1.80 ഒക്കെ ചോദ്യം ഒന്നും കിട്ടൂല കേട്ടോ. എന്നാ കുറച്ച് കൊടുക്കണം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കില്ല. ഓക്കെ. ഈ ഒരു ഇയോണോ? ഇത് ഡിലൈറ്റ് പ്ലസ് ആണ്. ഡിലൈറ്റ് പ്ലസ്. ഏതാ മോഡല്? 2013-14. 13-14. അതെ. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഒരു 60,000 ഉണ്ടോ? 60,000 മുകളിൽ ഓടിയിട്ടുണ്ട്. 98,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസോ? 1.60. 1,60,000. ഈ ഒരു ഇയോണോ? അത് 2014 മോഡൽ വണ്ടി. 2014. ഓണർഷിപ്പ് തേർഡ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഇറാണ് വരുന്നത്. കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ. 70,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 2 ലക്ഷം ചോദിക്കുന്നത്. 2 ലക്ഷം. അതിന് കുറയൂലേ? ചെറുതാക്കി കുറയ്ക്കാം. എത്ര ലോൺ കയറും? ഫുൾ ലോൺ എടുത്ത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. 5 വണ്ടിക്ക് ഫുൾ ലോൺ എടുത്ത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആൾട്ടോ കേട്ടനാണ് വരുന്നത്. നമ്പർ ഇല്ലാത്ത എന്താ കമ്പനി? ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ. 2018. ഓൺഷിപ്പ് വരുന്നത്? തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000. 50,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. പ്രൈസ് ആണ് വരുന്നത്? ഇത് ചോദിക്കേണ്ടത് 3.30 ചോദിക്കേണ്ടത്. 3,30,000. 2018 VXI കേട്ടനാണ് വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 11 കേട്ടനാ. 2011 കേട്ടണി. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ്. 4 ഓടിയിട്ടുണ്ടല്ലേ? 4 ഓൺഷിപ്പ് വരുന്നുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 90 സംതിങ് കിലോമീറ്റർ ഓടിക്കും. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1.60 ചോദിക്കണം. 1,60,000. എത്ര ലോൺ കയറും? ഒരു 1.5 വരെ കയറും. 1.5 വരെ. ഒരു 10,000 വണ്ടി ഇവിടെ നടക്കാം. മാക്സിമം ഫുൾ ലോൺ തന്നെ. ആ വയസ്സിന് കുറച്ച് കൊടുക്കൂല. ഓക്കെ. ഇതൊരു കിഡ് വരുന്നുണ്ട്. കിഡ് ഏതാ മോഡൽ വരുന്നത്? ഇത് 17 കിഡ് ആണ്. 2017. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് RXT അല്ലേ വരുന്നത്? ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് 3. കിലോമീറ്റർ 45,000. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാത്രം. ക്രാക്ക് ഉണ്ടായതാണ്. ഇടിച്ചതോ പിടിച്ചതല്ല. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് 3 ലക്ഷം ലാസ്റ്റ്. 3 ലക്ഷം രൂപ ഫൈനൽ. എത്ര ലോൺ കയറും? 2.25 വരെ. 2.25. ഒരു 25,000 ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കിഡ് ഇവിടെ ഇറക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ നെക്സ്റ്റ് വരുന്ന സലേരിയാണ് വരുന്നത്. ഏതാ മോഡൽ? ഡീസൽ ആണോ? ഇത് പെട്രോള്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സലേരി ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് ആണ് ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്നത്. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ചോദിക്കേണ്ടത് 2016 ZXi ആണ്. 2016 ZXi. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 4.10 ചോദിക്കുന്നത്. 4.10. എത്ര ലോൺ കയറും? 4 ലക്ഷം രൂപ ലോൺ. ഒരു ചെറിയൊരു പൈസ ഉണ്ടായില്ല. അതായത് 10,000 വേണ്ട. ആ പ്രൈസ് കുറച്ച് ഞാൻ ഫുൾ ലോൺ തന്നെ വണ്ടി കൊടുക്കും അല്ലേ? ഈ ബാഗിനാണ് എങ്ങനെ ഡീറ്റെയിൽസ്? 2016 VXI ഓട്ടോമാറ്റിക്. 48,000 കിലോമീറ്റർ. 48,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ. അത്യാവശ്യം ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് ചോദിക്കേണ്ടത് ഇത് 4.10 ചോദിക്കേണ്ടത്. 4.10. എത്ര ലോൺ വരും? അത് 3.25 വരെ നമുക്ക് കയറ്റാം. 3.25 വരെ. ഒരു 10,25,000 വണ്ടി കൊടുത്തു. ഇത് 2016 അല്ലേ പറഞ്ഞേ? 2016 VXI അല്ലേ? 4.10 ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഈ നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് വരുന്നത്. ഇത് പുതിയ പേപ്പർ ആഴ്ച മുമ്പ് എടുത്ത പേപ്പറാണ്. 2029 വരെ പേപ്പർ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഏതാ മോഡൽ വരുന്നത്? 2009 ഓട്ടോമാറ്റിക് ഐറ്റൺ. എത്ര വരെ എപ്പോഴാണ് റിന്യൂവൽ വരുന്നത്? റിന്യൂവൽ കഴിഞ്ഞു. ഒരാഴ്ച മുമ്പ് എടുത്തു. റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 2029 വരെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാണ്. പുതിയ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഓട്ടോമാറ്റിക് ഐറ്റം നോക്കുകയാണെങ്കിൽ ഇതാ 2029 വരെ പേപ്പർ ഉണ്ട്. ഓൺഷിപ്പ് വരുന്നത്
ഇത് ഓണർഷിപ്പ് 3 കിലോമീറ്ററോ? കിലോമീറ്റർ ഏകദേശം 80,000 ഓടിക്കണം. 80,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. ഇത് 1.80 ചോദിക്കുന്നുണ്ട്. വണ്ടിയാണ് 1.80 ചോദിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തുണ്ട്. ലോൺ കയറുമോ? ലോൺ കയറി 2009 ആയതുകൊണ്ട് നമുക്ക് ലോൺ റെഡി ക്യാഷ് വേണ്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന കോൾസി എങ്ങനെ ഡീറ്റെയിൽസ്? 2002 മോഡല്, 26 പേപ്പർ ഉണ്ട്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഓണർഷിപ്പ് ഒരു 3-4 ചോദിക്കേണ്ട ആവശ്യമില്ല. വർക്കിംഗ് കണ്ടീഷൻ എന്താ? 1.45 ചോദിക്കുന്നുണ്ട്. ഇന്റീരിയർ കാര്യങ്ങൾ ഫുൾ പെയിന്റിംഗ് കഴിഞ്ഞ വണ്ടിയാണിത്. ലാസ്റ്റ് 1.45. ലോണൊന്നും കിട്ടൂല. ഏതാണ് മോഡൽ? 2009 മോഡൽ വണ്ടിയാണ്. 2009 സൈലോ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ എന്തായാലും 1 lakh റിന്യൂവൽ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ റിന്യൂവൽ ഈ വർഷം ലാസ്റ്റ് ഉണ്ടല്ലേ? പ്രൈസ് ആണ് വരുന്നത്? ഇത് 1.60. 1.60. ലോണൊന്നും കിട്ടൂല. ഓക്കെ. ഇനി നെക്സ്റ്റ് വന്ന ടാറ്റന്റെ ടാറ്റ സഫാരി. 7 മോഡൽ, 27 വരെ പേപ്പറിലുണ്ട്. 2027 വരെ പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ വയ്ക്കണോ? കിലോമീറ്റർ ഇതിൽ 1 lakh മേലെ 1 lakh മുകളിൽ എന്തായാലും ഓട്ടം കാര്യങ്ങളുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 2.25 വെക്കുന്നുണ്ട്. 2,25,000. ലോണ് കാര്യങ്ങളൊന്നും കയറൂല. എന്താണ് വർക്കിംഗ് കണ്ടീഷൻ? എന്താ ഒക്കെ പക്ക വണ്ടിയാണ്. AC കാര്യങ്ങളൊക്കെ നല്ല ഫുൾ ഡീറ്റെയിൽ പോകുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല പുതിയ ടയർ കാര്യങ്ങളൊക്കെ കയറ്റി വണ്ടിയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ഈക്കോ 2011 മോഡലുണ്ട്. 5 സീറ്റർ ആണോ 7 സീറ്റർ? 7 സീറ്റർ ഉണ്ട്. 7 സീറ്റർ. AC ഇല്ലാത്ത മോഡൽ. പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കോട്ടയം വണ്ടി. പ്രൈസ് ആണ് വരുന്നത്? ഇത് ലാസ്റ്റ് 1.75. 1,75,000. ലോൺ കയറൂലേ? ലോൺ കയറും. എത്ര വരെ കയറും? ഒരു വർഷത്തിനടുത്ത് കയറുള്ളൂ ലോൺ. ഏകദേശം 2015 ഒരു വർഷമല്ല, 1 ലക്ഷം ആയിരിക്കും അല്ലേ? ഒരു വർഷത്തേക്ക് ലോൺ കയറത്തുള്ളൂ. ഒറ്റ വർഷത്തേക്കല്ലേ? ഒറ്റ വർഷത്തേക്ക് കയറുള്ളൂ. 11 ആയതുകൊണ്ടാണ്. 2011 ആയതുകൊണ്ട്. നെക്സ്റ്റ് വരുന്ന ടൊയോട്ടന്റെ ഏതാണ്? ഇത് കൊറോള ഏതാ മോഡൽ വരുന്നത്? 2007 മോഡലുണ്ട്. 2007 മോഡൽ. 27 വരെ പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ് ഉണ്ടോ? കിലോമീറ്റർ 1 lakh ഓടിക്കുന്നു. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. പെട്രോൾ വണ്ടിയാണ്. 1.8 ആണ്. പുതിയ ഇൻഷുറൻസ് എടുത്തവർക്ക് 1,30,000 രൂപ. 1.30 ഫൈനൽ ആണോ? അതെ. ചെറുതാക്കി ഇതിൽ കുറക്കാം. പുതിയ ഇൻഷുറൻസ് എടുക്കേണ്ടത് ഏകദേശം 9,000 രൂപ നമുക്ക് ഇത് ഇൻഷുറൻസ് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഒരു 800 നോക്കാം. അപ്പൊ വണ്ടിയൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ചെറിയൊരു കണ്ടീഷനുള്ള വണ്ടി അല്ലേ? വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ള അല്ലേ? എത്ര വരെ പേപ്പർ ഉണ്ട്? 2026 വരെ പേപ്പർ. 2026 വരെ പേപ്പർ. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് എത്ര ലാസ്റ്റ് കൊടുക്കുക? 36 രൂപ കൊടുക്കാം. 36 രൂപ കൊടുക്കുക. ഈ ഒരു റേറ്റ് ഉണ്ടോ? ഇത് 2007 MPFI എഞ്ചിനാണ്. നമ്മുടെ എഞ്ചിൻ മാറ്റമുണ്ട്. കാർബറേറ്റർ അല്ല വരുന്നത്. 2027 വരെ പേപ്പർ ഉണ്ടാവും. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുത്തിട്ട് 60 രൂപ കൊടുക്കും. ഇനി എന്താ പറയോ? ഇനി കുറയില്ല. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 60 രൂപ കൊടുക്കും. ഓക്കെ. മോനെ ഏതാ മോഡൽ? ഇത് 93 മോഡൽ. ഫുൾ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 26 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നും ചോദിക്കണ്ട. ജീപ്പ് ഫുള്ള് പണി കഴിച്ച വണ്ടിയാണ്. പ്രൈസ് ആണ് വരുന്നത് ഈ ഒരു കണ്ടീഷനിൽ? ഇത് നമുക്ക് ലാസ്റ്റ് 1.10 കൊടുക്കാം. 1.10 കൊടുക്കാം. 1.25 വരെ ചോദിച്ച വണ്ടി. അപ്പൊ 1.10 1.10 ലാസ്റ്റ് ജീപ്പ് ഫുള്ള് പണി കഴിച്ച വണ്ടി 1.10 തരാൻ പോകുന്നത്. ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച വണ്ടി കാണിച്ചു തരാം. ചെക്കന്മാർക്ക് മോഡിഫൈ ചെയ്ത അടിപൊളി വണ്ടി ഏതാ? ഫിയറ്റിന്റെ ഏതാണ്? ഇത് ഫിയറ്റ് ലിനിയ. അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു മോഡൽ വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2009 മോഡൽ. എക്സ്ട്രാ സൈലൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. നല്ലോണം പൊട്ടൂല. പൊട്ടിക്കല്ല നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇന്ത്യയിലും കാര്യങ്ങളും വരുന്നുണ്ട്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1 lakh മേലെ ഓടി. 1 lakh. ഏത് മാസം റിന്യൂവൽ വരുന്നത്? ഈ വർഷം ലാസ്റ്റ് അല്ലേ? ഡിസംബർ മാസമാണ് വരുന്നത്. ഇനി അഥവാ നിങ്ങൾ ഈ ഒരു റിന്യൂവൽ ചെയ്യുന്ന ടൈമിന് കാര്യമായിട്ട് മാറ്റേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അല്ലേ? ഇതൊന്നും കഴിച്ചാൽ മതി. ഇതൊക്കെ ഒന്ന് കഴിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഫിറ്റ് ചെയ്യാം. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ചോദിക്കേണ്ടത് 1.40. 1.40. നിങ്ങളെ ചോദ്യമല്ലേ? അത് നമ്മളൊക്കെ അറിയാം. അത് മാക്സിമം കുറച്ച് കൊടുക്കും. ചെറുതാക്കി നെഗോഷ്യബിൾ ചെയ്തു. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് ആണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2011 മോഡൽ വണ്ടി. 2011 മോഡൽ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 1 lakh മേലെ ഓടി. 1 lakh മുകളിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. മോഡൽ 2011 അല്ലേ? 2011 ഡീസൽ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 2.45 കൊടുക്കാം. 2.45. എത്ര ലോൺ കയറും?
ലോണ് 2011 സിക്ക് നമുക്ക് എന്തെങ്കിലും 2 ലാക്ക് 180 2 ലക്ഷം ആ റേഞ്ചിലേക്ക് എന്തായാലും കയറും. ഒരു 10,000 വണ്ടി ഇവിടുത്തെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ഓലപ്പിടി ഒരു ബിസ്മി മോട്ടോഴ്സിലാണുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്.